അപ്പോ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനായിട്ടാണ് ഭഗവാന് അവതരിക്കുന്നത്. ഉഗ്രസേന മഹാരാജാവിന്റെ പുത്രനായിരിക്കുന്ന കംസൻ ഉഗ്രസേന മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് രാജ്യഭാരമൊക്കെ ഏറ്റു. അതുകൊണ്ട് ഉഗ്രസേന മഹാരാജാവ് ഭരിച്ചപ്പോഴും കംസൻ ഭരിച്ചപ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഉഗ്രസേന മഹാരാജാവ് ഭരിച്ചപ്പോൾ ധർമ്മം നിലനിന്നിരുന്നു, കംസൻ ഭരിക്കാൻ തുടങ്ങിയപ്പം അധർമ്മം നിലനിന്നു. അതാണൊരു വ്യത്യാസം. അതുകൊണ്ട് എന്ത് പറ്റൂ, അധാർമികന്മാർ ഒരുപാട് വളർന്നു, ധർമ്മസ്ഥിതിക്ക് കോട്ടം വന്നു. സത്യവും ധർമ്മവും നീതിയും ഇല്ലാത്തവൻ നാട് ഭരിച്ചാൽ ആ നാട് അധോഗതിയിലേക്ക് പോകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ നീതിന്യായ വ്യവസ്ഥകൾ കൃത്യമായി നടക്കില്ല. കാരണം ഭരിക്കുന്നവൻ തന്നെ അധാർമികനാവുമ്പോൾ പ്രജകൾ അധാർമികരായാൽ അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ അധർമ്മം അവിടെ വർദ്ധിക്കും, ജനങ്ങൾക്ക് സ്വസ്ഥതയില്ലാതെയാവും, അവർ നിത്യദാരിദ്ര്യത്തിലേക്ക് പോകും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല കംസൻ ഭരിച്ചപ്പോഴെങ്കിലും. അധർമ്മം വളരെ വർദ്ധിച്ചു. അതുകൊണ്ട് അധാർമികന്മാര് വളരെ അധികം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതുകൊണ്ട് എന്തു പറ്റി, ഭൂമി ദേവിക്ക് ഭാരമായി. ഭൂമി ദേവിക്ക് ഭാരമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് അധർമ്മം വർദ്ധിക്കുക, അധാർമികന്മാര് വർദ്ധിക്കുക എന്നുള്ളത് ഭൂമി ദേവിക്ക് ഭാരം ഉണ്ടാക്കും. അതുപോലെ മഹത് ഗ്രന്ഥങ്ങൾ പീഠമില്ലാതെ വെറും നിലത്ത് വെച്ചാൽ അത് ഭൂമി ദേവിക്ക് ഭാരമാണ്. പിന്നെ നിലവിളക്ക് വെറും നിലത്ത് വെച്ചാൽ അത് ഭൂമി ദേവിക്ക് ഭാരമുണ്ടാക്കും എന്നറിയാം. അതുപോലെ കർപ്പൂരം വെറും നിലത്ത് വെച്ച് കത്തിച്ചാൽ അതും ഭൂമി ദേവിക്ക് സങ്കടം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അധാർമികന്മാരധികം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി ദേവി ഗോരൂപം ധരിച്ചിട്ട് ബ്രഹ്മദേവന്റെ അരികിൽ ചെന്നു സങ്കടം ഉണർത്തിച്ചു. പറഞ്ഞു, ബ്രഹ്മദേവ, ഒരു തരത്തിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, അധാർമികന്മാർ അത്യധികമായിട്ട് വളരുന്നു, എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കിയില്ലെങ്കിൽ എന്റെ കാര്യം വളരെ കഷ്ടത്തിലാവും എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഹേ ഭൂമിദേവി, അത് ഇവിടം കൊണ്ട് തീരുന്ന കേസല്ല. കാരണം ചെറിയ ചെറിയ കേസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ.